ആദ്യമായിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് ഈ ഒരു റീജിയണൽ ലാംഗ്വേജിൽ ചെയ്യുക. അത് മലയാളത്തിൽ തന്നെ ആവട്ടെ. ആദ്യമായിട്ട് ഓടിയെത്തിയത് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ എന്നൊരു പേരാണ്. താങ്ക് യു. ഒരു ആക്സിഡന്റൽ ചാർട്ട് അക്കൗണ്ടന്റ് എന്ന് പറയാം. അപ്പം ഹി അഡ്വൈസ് മീ വൈ ഡോണ്ട് യു ലുക്ക് അറ്റ് സയൻസ് സബ്ജക്ട് സോ ദാറ്റ് അത് കഴിഞ്ഞാണെങ്കിലും ഐ കൻ ഓപ്റ്റ് ഫോർ ലിറ്ററേച്ചർ. ഈ അക്കൗണ്ടിങ് ആസ് എ പ്രൊഫഷൻ നമ്മൾ നോക്കണം. ഇന്ന് അങ്ങനെ ഒരു ക്രോസ് റോഡിൽ നിൽക്കുകയാണ്. ദർ ഇസ് എ ഡിജിറ്റൽ ഡിസ്റപ്ഷൻ ദാറ്റ് ഇസ് ഹാപ്പനിങ്. ചെയർമാൻ്റെ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു കൊല്ലമാണ് സമയം. അപ്പോൾ ഈ ഒരു കൊല്ലത്തിനിടയ്ക്ക് എങ്ങനെ ഇത് സംഘടിപ്പിച്ചെടുത്തതുള്ളത്? ആക്ച്വലി ഇഗ്നറൻസ് ഇസ് ബ്ലിസ് നമ്മൾ പറയും പോലെ അങ്ങനെ ഒരു വലിയൊരു കടമ്പയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപക്ഷെ ആ കൂട്ടായ്മയുടെയും സിനർജിയുടെയും ഫലമായിട്ടായിരിക്കാം ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് രഞ്ജിത്ത് കാർത്തികേയൻ എന്നൊരു വ്യക്തി അവിടെ ഇല്ലെങ്കിൽ പോലും കാര്യങ്ങൾ നടന്നു പോയി. ഒരു എക്സ് ഫാക്ടർ ഇസ് ദർ. എക്സ് ഫാക്ടർ ഇസ് യു കോൾ ഇറ്റ് ഗുരുത്വം എന്നോ അല്ലെങ്കിൽ ദൈവാധീനം എന്നോ അല്ലെങ്കിൽ ഭാഗ്യം എന്നോ ഫ്ലൂക്ക് എന്നോ. ഈ CA പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷം ഇതെങ്ങനെയാണത് തുടങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്? ഒരു 2000 ഒക്കെ ആയപ്പോൾ 96, 97 ഒക്കെ ആയപ്പോഴത്തേക്ക് കാലിക്കറ്റിൽ ഒരു ബ്രാഞ്ച് ഓഫീസ് തുടങ്ങി. പ്രോബ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് ഓഫീസ് त्रिवेंद्रम ऐसा कोई ब्रांच है. നമസ്കാരം ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ ജി. ഷോയിലേക്ക് താങ്കളെ ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഞങ്ങൾ ഇത്രയും കാലം ഈ കോഫി വിത്ത് CA ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 35ഓളം എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു. ആദ്യമായിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് ഈ ഒരു റീജിയണൽ ലാംഗ്വേജിൽ ചെയ്യുക. അത് മലയാളത്തിൽ തന്നെ ആവട്ടെ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഓടിയെത്തിയത് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ എന്നൊരു പേരാണ്. താങ്ക് യു. സോ ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ എന്നൊരു വ്യക്തിയെയും രഞ്ജിത്ത് കാർത്തികേയൻ LLP ആൻഡ് ആ ഒരു സംരംഭത്തിനെയും ഞാൻ കുറച്ച് വേർതിരിച്ച് കാണുന്നു ഇവിടെ. അത് മാത്രമല്ല, അപ്പോൾ ആദ്യമായിട്ട് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ ജിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. താങ്കളുടെ ചൈൽഡ്ഹുഡ് ഡേയ്സും എങ്ങനെയാണ് ഈ CA പ്രൊഫഷനിലേക്ക് എത്തിപ്പെട്ടത്, പിന്നെ കുറച്ച് RK ഗ്ലോബൽ ആൻഡ് അസോസിയേറ്റിനെ പറ്റിയും പറഞ്ഞാൽ വളരെ നന്നായിരിക്കുമെന്ന് കരുതുന്നു ഞാൻ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. ഇതിൽ ഇങ്ങനെ ഒരു സംരംഭത്തിൽ ഫീച്ചർ ചെയ്യാനായിട്ട് സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഒരു ആക്സിഡൻ്റൽ ചാർട്ട് അക്കൗണ്ടൻറ്റ് എന്ന് പറയാം. ഞാൻ എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു ചാർട്ട് അക്കൗണ്ടൻസിൻ്റെ ഒരു ഹിസ്റ്ററിയോ ഒന്നുമുള്ള ഒരു ഫാമിലിയിൽ നിന്നല്ല ഞാൻ വരുന്നത്. ബ്യൂറോക്രാറ്റ്സ് ആയിരുന്നു അച്ഛനും അമ്മയൊക്കെ, ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ചൂസ് ചെയ്യാനായിട്ട് ഇരുന്നത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ എന്താ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഐ ലൈക്ക് ദറ്റ് സബ്ജക്റ്റ്, അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനോടുള്ളൊരു താല്പര്യമുണ്ട്. മലയാളവും മോശമല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇംഗ്ലീഷിൽ ലിറ്ററേച്ചർ എടുക്കാം എന്നുള്ളതാണ്. ദെൻ ഈ അഡ്വൈസ് മീ, അതൊരു നല്ല ഒരു ചോയ്സ് അല്ല. കാരണം ഐ ആം ക്ലോസിങ് മൈ ഓപ്ഷൻ. അപ്പം ഹി അഡ്വൈസ് മീ വൈ ഡോണ്ട് യു ലുക്ക് അറ്റ് സയൻസ് സബ്ജക്ട് സോ ദാറ്റ് അത് കഴിഞ്ഞാണെങ്കിലും ഐ കൻ ഓപ്റ്റ് ഫോർ ലിറ്ററേച്ചർ. പക്ഷേ ഇഫ് ഐ ഓപ്റ്റ് ഫോർ ലിറ്ററേച്ചർ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഗോ ബാക്ക് ടു സയൻസ്. അങ്ങനെയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നൊരു ഓപ്ഷൻ ഉണ്ടെന്നും അന്നൊരു മിഡിൽ ക്ലാസ്സിലൊക്കെ ഉള്ള ആളുകൾക്കൊരു വലിയ ഒരു സ്വപ്നം എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഒരു ബാങ്ക് മാനേജർ എന്നൊക്കെ പറയുന്നത് ഒരു പൊസിഷനാണ്. അപ്പോൾ ഞാൻ ഈ കൂട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്റ്റുഡൻ്റായിട്ട് തന്നെ പോകുന്ന സമയത്ത് ഈ ബാങ്ക് മാനേജേഴ്സൊക്കെ വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് എഴുന്നേറ്റ് നിന്നൊക്കെ സ്വീകരിക്കും ബാങ്ക് ഓഡിറ്റിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ then I thought, it's something above the bank manager. So maybe that's a profession that I should pursue എന്നുള്ളൊരു ഫീൽ ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ആക്ച്വലി ഈ ചാർട്ട് അക്കൗണ്ടൻസിക്ക് ഉള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു BCom. പൊതുവെ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇത് ഭയങ്കര ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാണ്. ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും, സമയം സ്പെൻഡ് ചെയ്യണം, വർക്ക് ലൈഫ് ബാലൻസ് ശരിക്കും അല്ലെങ്കിൽ ഈ ലൈഫ് ബാലൻസ് ശരിക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊക്കെ ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഈ ചിന്തകളൊക്കെ ആദ്യം ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ കടന്നുകൂടിയിരുന്നു? ആക്ച്വലി ഇഗ്നറൻസ് ഇസ് ബ്ലിസ് നമ്മൾ പറയും പോലെ അങ്ങനെ ഒരു വലിയൊരു കടമ്പയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഐ വാസ് നോട്ട് സ്കെയർഡ് ഓണസ്റ്റ്ലി. എനിക്ക് ആ ഒരു ചലഞ്ച് പണ്ട് മുതലേ ഒരു
സന്തോഷമുള്ള പിന്നെ കാര്യമായിരുന്നു. അന്ന് ഇത്രയും ചാർട്ടേഡ് അക്കൗണ്ടൻസും ഇല്ല. ഇന്നിപ്പോൾ 4,20,000-ഓളം ചാർട്ടേഡ് അന്ന് അക്കൗണ്ടൻസ് ഉണ്ട്. വാസ് പക്ഷേ അബൌട്ട് അന്ന് ലെസ് ഇത്രയും ദാൻ എ ഇല്ല. ലാക്ക്, ഒരു യെസ്, പക്ഷേ യെസ്. 1,00,000 താഴെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 1992 ഐ ക്വാളിഫൈഡ്. പ്രയാസമുള്ള ഒരു കോഴ്സ് തന്നെയാണ്. മാത്രമല്ല ഭാഗ്യത്തിൻ്റെ ഒരുപാട് ഘടകങ്ങളും ഇതിനകത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതെ, എനിക്ക് തോന്നുന്നത് എല്ലാ പ്രൊഫഷണലും അത് അപ്ലിക്കബിൾ ആണ്. ആ ഒരു ലക്ക് ഫാക്ടറും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മോർ സോ ഇൻ സി എ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, അതിനകത്തൊരു ഒരു ഒരു എക്സ് ഫാക്ടർ ഇസ് ദർ. എക്സ് ഫാക്ടർ ഇസ്, യു കോൾ ഇറ്റ് ഗുരുത്വം എന്നോ അല്ലെങ്കിൽ ദൈവാധീനം എന്നോ അല്ലെങ്കിൽ ഭാഗ്യം എന്നോ ഫ്ലൂക്ക് എന്നോ എന്ത് പേരിട്ടാലും ഒരു എക്സ് ഫാക്ടർ കൂടുതലാണ്. ഈ എല്ലാത്തിനും വേണം, ഇല്ല എന്നല്ല, പക്ഷേ സി എ ഹാസ് ഇറ്റ് മോർ. നമ്മൾ നമ്പേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും 50 ലക്ഷത്തിൽ 4 ലക്ഷത്തിൽ ചിലവാനേ ഉള്ളൂ എന്നുള്ള ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ പോലും സി എ ഒരു റിസ്ക് ഉള്ള കോഴ്സാണ്. ഈ രഞ്ജിത്ത് കാർത്തികേയൻ എന്ന വ്യക്തി ഈ സി എ പ്രൊഫഷനിലേക്ക് വരുന്നതിന് മുമ്പ് കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഇല്ലായിരുന്നു. CS ഒക്കെ ആയിട്ട് Nobody was there. ആരുമില്ല. അപ്പോൾ രഞ്ജിത്ത് കാർത്തികേയൻ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു to ടേക്ക് to അപ്പ് attempt CA കോഴ്സ്. അതിനുവേണ്ടി ശ്രമിച്ചത് അല്ലെങ്കിൽ അതിന് സക്സസ്ഫുൾ ആയത് ഞാനാണ്. അതിന് മുമ്പായിട്ട് എൻ്റെ അച്ഛൻ്റെ സൈഡിലോ അമ്മയുടെ സൈഡിലോ ഒന്നും ഒരു ചാർട്ട് അക്കൗണ്ടൻസി അറ്റംപ്റ്റ് ചെയ്ത ആരും ഞാൻ കണ്ടിട്ടില്ല. സി എ രഞ്ജിത്ത് കാർത്തികേയൻ അസോസിയേറ്റ്സ് LLP ഇപ്പോൾ തുടങ്ങിയിട്ട് ഏതാണ്ട് 30ഓളം വർഷങ്ങളായി. 1994 ആദ്യമായിട്ട് ഇത് തുടങ്ങിയത്. പിന്നെ ഏകദേശം ഒരു 120ഓളം എംപ്ലോയീസ് ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ലൊക്കേഷൻസിൽ ഓഫീസസ് ഉണ്ട്. ഇനിയും ഇപ്പോൾ വേറെ ലൊക്കേഷൻസിലൊക്കെ ഈ രഞ്ജിത്ത് കാർത്തികേയൻ അസോസിയേറ്റ് LLPയുടെ പ്രസൻസ് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിങ്ങനെ തുടങ്ങാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം കൂടി ഒരു സർക്കംസ്റ്റാൻസസ് ഒക്കെ നമുക്ക് ഒത്തു വരണമല്ലോ തുടങ്ങാൻ. അപ്പോൾ അതെങ്ങനെയാണ് അത് ഈ CA പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷം ഇതെങ്ങനെയാണത് തുടങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് എന്നതിനെക്കുറിച്ചും ഇപ്പോൾ അത് ഏത് സ്റ്റേജിലാണുള്ളതിനെക്കുറിച്ചും സംസാരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഞാൻ ക്വാളിഫൈ ചെയ്ത ഉടനെ 92 ഞാൻ ക്വാളിഫൈ ചെയ്തത്. അപ്പോൾ ഈ ക്വാളിഫൈ ചെയ്ത ഉടനെ ഞാൻ പഠിച്ചിരുന്ന ഒരു ചാർട്ട് അക്കൗണ്ടൻസ് ഫേമിലായിരിക്കണം നമ്മുടെ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത്, ഈ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതേ ഫേമിൽ ഞാൻ പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്യേണ്ടായി. പക്ഷേ സംഭവം അത് വർക്കൗട്ട് ആയില്ല. അത് കഴിഞ്ഞൊരു 2000 ഒക്കെ ആയപ്പോൾ 96, 97 ഒക്കെ ആയപ്പോഴത്തേക്ക് കാലിക്കറ്റിൽ ഒരു ബ്രാഞ്ച് ഓഫീസ് തുടങ്ങി. പിന്നെ ഞാൻ ഒരു റീ എഞ്ചിനീയറിംഗ് ഓഫ് സ്മോൾ ഫേംസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു മെഗാ മെർജർ നടത്തി. 3-4 ചാർട്ട് അക്കൗണ്ടൻസ് ഫേംസ് മൾട്ടിപ്പിൾ ഡൊമെയിൻസിൽ ഒരു എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിലുള്ള ഒരു സർവീസസ് നമുക്ക് ഓഫർ ചെയ്യാൻ കൊള്ളൂ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയായിരുന്നു. പക്ഷേ ദാറ്റ് വാസ് എ ഫെയിൽഡ് അറ്റംപ്റ്റ്. ഇറ്റ് വാസ് പ്രോബ്ലി ടു ഏർലി. 2000 അന്നും 12 പാർട്ട്നേഴ്സൊക്കെ മൾട്ടിപ്പിൾ ലൊക്കേഷനിലൊക്കെ ആയിട്ട്. പിന്നെ ദെൻ വി ഡീമർജ് ചെയ്ത് വീണ്ടും കാലിക്കറ്റിലും ട്രിവാൻഡ്രത്തും മാത്രമായി നമ്മുടെ ഓഫീസസ്. കാലിക്കറ്റിൽ 2 പാർട്ട്നേഴ്സ് ആയിരുന്നു ഒന്ന്. ദെൻ സബ്സിക്വൻ്റ്ലി വി സ്റ്റാർട്ടഡ് ഇൻ കൊച്ചിൻ. ഇന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ജോയിൻ ചെയ്ത സീനിയർ പാർട്ട്നേഴ്സ് മുതൽ 10-12 പാർട്ട്നേഴ്സ് ഉള്ളൊരു ഫേമായിട്ട് മാറി. ഇന്ന് 4 ലൊക്കേഷൻസിലുണ്ട്. നമുക്കൊരു അഫിലിയേറ്റ് ഓഫീസ് ദുബായിലും ഉണ്ട്. നമുക്ക് ഇവിടെ നിന്നൊരു ബ്രാഞ്ചായിട്ട് തുടങ്ങാൻ പറ്റില്ല, പക്ഷേ വി ഷെയർ ഒരു അഫിലിയേറ്റ് പോലെ വർക്ക് ചെയ്യുന്നൊരു ദുബായിലൊരു ഓഫീസുണ്ട്. RKA ഗ്ലോബൽ എന്നാണ് അവിടുത്തെ നമ്മുടെ ഓഫീസിൻ്റെ അഫിലിയേറ്റ് ഓഫീസിൻ്റെ, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് പോലെ നമ്മൾ ചെയ്യുന്നൊരു ഓഫീസിൻ്റെ. അപ്പോൾ ഒരു പക്ഷേ ഒരുപാട് ചലഞ്ചസും ഒരുപാട് റോഡ് ബ്ലോക്സും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു ടീമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഈ 120 പേരൊക്കെ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ദറ്റ് ഐ ഹാഡ് എൻ എഫേർട്ട്. ഇത് ഇവോൾവ് ചെയ്തു. അത് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ഫൗണ്ടർ പാർട്ട്ണറായിട്ട് ഞാൻ വന്നിരുന്നെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെയും കൂടെ ഒരു ശ്രമഫലമായിട്ടാണ്. ഒരു കളക്റ്റീവ് എഫേർട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന അല്ലാതെ അതിനൊരു നിമിത്തമായി മാത്രമേ ഞാൻ എന്നെ കാണുന്നുള്ളൂ. അപ്പോൾ ബേസിക്കലി നമ്മളൊരു ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങുമ്പോൾ ഒരു കൂട്ടായ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരുപക്ഷെ ആ കൂട്ടായ്മയുടെയും സിനർജിയുടെയും ഫലമായിട്ടായിരിക്കാം ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് രഞ്ജിത്ത് കാർത്തികേയൻ എന്നൊരു വ്യക്തി അവിടെ ഇല്ലെങ്കിൽ പോലും കാര്യങ്ങൾ നടന്നു പോയി. ഡെഫിനറ്റ്ലി ഇന്ന് നമുക്ക് ഇതുപോലെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാൻ ഒക്കുന്നത് പോലും ഒരു പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മേക്ക് മീ ഇറലവൻ്റ് എന്നാണ്. അപ്പം ഞാൻ റെലവൻ്റ് അല്ലാതായിരിക്കണം എങ്കിൽ മാത്രമേ
എനിക്കൊരു ഹയർ ലെവൽസിലോട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാനായിട്ടോ എനിക്ക് പോകാനൊക്കെ ഉള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളുകളെ എനേബിൾ ചെയ്താൽ നമുക്ക് അവിടെ റെലവൻ്റ് അല്ലാതെ അതൊരു ഒരു 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 വെൽ ഓയിൽഡ് മെഷീൻ പോലെ പോവും. അടുത്ത ആളുകൾക്കും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും. അതിങ്ങനെ ഒരു പെർക്കുലേറ്റ് ചെയ്ത് താഴത്തെ ലെവലിൽ സ്റ്റുഡൻസ് വരെയുള്ള ആളുകളിലേക്ക് പോകുന്നത് അവർക്കും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകും. അതാണ് ഒരു ടീമായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു മോസ്റ്റ്ലി ഈ ജോലി ഡെലിഗേറ്റ് ചെയ്തിട്ട് അവരെ എംപവർ ചെയ്യുക, എന്നിട്ട് അവരെ ഇൻഡിപെൻഡന്റ് ആക്കുക, കാര്യങ്ങൾ പിന്നെ അവിടുന്ന് ജനറലി നമ്മൾ കാണുന്നത് ഒരു പക്ഷേ കോൺസെൻട്രേറ്റഡ് ആണ്. എല്ലാം ഞാൻ ചെയ്താൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ആണ് പലർക്കും ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അല്ലാതെ ഈവൻ ടാക്സേഷൻ്റെ ഹിയറിങ്ങിനാണെങ്കിൽ പോലും ജൂനിയർ പാർട്ട്നേഴ്സ് അപ്പിയർ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നു. അപ്പം എൻ്റെ ഈ പറയുന്ന വലിയൊരു ടീമിനെ ഉണ്ടാക്കാൻ സാധിച്ചത്, ഇത്രയും ആളുകളെ കൊണ്ടുവരാൻ സാധിച്ചത് ഒരു പക്ഷേ അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രൊഫഷൻ ആ കോഴ്സ് പാസ്സായിട്ട് പുറത്ത് വന്നു കഴിയുമ്പോൾ ഞാനിപ്പോൾ പല ചാർട്ടേഡ് അക്കൗണ്ടൻസിനെയും ഞാൻ മീറ്റ് ചെയ്യാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ സ്വാഭാവികമായിട്ടും പറയാറുണ്ട് എൻ്റെ എക്സ്പെർട്ടീസ് ഫോറൻസിക്കിലാണ്, ഞാൻ FDIയിലാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് എക്സ്പേർട്ടാണ്. ഇങ്ങനെയൊക്കെ പല സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ഉണ്ടല്ലോ, സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ട് ആയിരിക്കും അവർ. അങ്ങനെ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഏത് ഫീൽഡിനോടായിരുന്നു കൂടുതൽ താല്പര്യം? ഞാൻ പ്രാക്ടീസ് ചെയ്തതും തുടങ്ങിയതും എല്ലാം തിരുവനന്തപുരത്താണ്. അപ്പോൾ ട്രിവാൻഡ്രം ഒരു ബിസിനസ് ഹബ്ബല്ല. അപ്പോൾ അവിടെ ഒരു ചോയ്സ് വയ്ക്കാനായിട്ട് നമുക്കൊരു ഒരു എൽബോ സ്പേസ് ഇല്ല. ഈ CA ജയിക്കുമ്പോൾ ഞാൻ അന്നൊരു നിയമ ബിരുദവും കൂടെ ഉണ്ടായിരുന്നു. ഐ വാസ് എ ലോ ഗ്രാജുവേറ്റ് ഓൾസോ. ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത് അഡ്വക്കേറ്റ് ആയിട്ടാണ്. സ്റ്റാർട്ടഡ് ഓഫ് ആസ് എൻ അഡ്വക്കേറ്റ് ഓൺലി ഫോർ 2-3 months. അപ്പോൾ എനിക്കൊരു ലീഗൽ ആംഗിൾ ഐ ലവ് ദറ്റ് പ്രൊഫഷൻ ആക്ച്വലി. പക്ഷെ അവിടുന്ന് ഐ കുഡ് കൈൻഡ് ഓഫ് വെൻ യു ഹാഡ് ദ ടീം, ആ ടീം ബിൽഡ് ചെയ്യാനൊക്കെ പറ്റിയതുകൊണ്ട് എനിക്കൊരു ഒരു മാറി നിന്ന് ഇപ്പം ഞാനൊരു അക്കൗണ്ടിങ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഓഡിറ്റ് ഞാൻ പോകാറില്ല. ഈവൻ ടാക്സേഷൻ ആണെങ്കിലും ഒരു ഹയർ ലെവൽ അപ്പീലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ഞാൻ ഇൻവോൾവ് ചെയ്യാറുള്ളൂ. പക്ഷെ ഞാൻ കൂടുതലും സ്ട്രാറ്റജിക് അഡ്വൈസും ബിസിനസ് അഡ്വൈസറി, ഒരു IPO ലെവലിൽ കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു മേഖലയിലേക്ക് മാറാൻ പറ്റി. അതാണ് ഒരു വലിയ ടീമുണ്ടെങ്കിലുള്ളൊരു ഗുണം. മാത്രമല്ല ഈ നമ്പർ ഓഫ് പീപ്പിൾ കൂടുമ്പോൾ അവരവരുടെ എക്സ്പെർട്ടീസും എക്സ്പീരിയൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ആഭിമുഖ്യമുള്ള അനുസരിച്ച്, അവരുടെ ടേസ്റ്റ് അനുസരിച്ച് അവരവർക്ക് ടാക്സേഷനിലോട്ടോ അല്ലെങ്കിൽ ഇപ്പം അതാണ് ഒരു ടീമിൻ്റെ ഗുണം. അപ്പോൾ ഒരു എക്സ്പെർട്ടീസിനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. പിന്നെ ഈ പലരും പറയാറുണ്ട് ആക്ച്വലി, അതായത് സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഇത് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് അതിനോട് ആ ഭാഗത്തേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. ആ കിട്ടുന്ന ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട്, അന്ന് കിട്ടുന്ന ജോലികളൊക്കെ ചെയ്തിട്ട് ഒരു ലെവൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ പറഞ്ഞാൽ സ്മോൾ ടൗൺ ഒരു ഇപ്പം മേ ബി ഇൻ മുംബൈ യു കുഡ് ഹവ് സെഡ് ദാറ്റ് എനിക്ക് ഇന്നത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളൊരു ചോയ്സ്. അതേസമയം ഒരു സ്മോൾ ടൗൺസിൽ അങ്ങനെ ഒരു ചോയ്സിന് പറ്റില്ല. എസ്പെഷ്യലി വെൻ യു ആർ എ സ്റ്റാർട്ടപ്പ്, ആദ്യമായിട്ട് തുടങ്ങുന്നു, ഒറ്റയ്ക്ക് തുടങ്ങുന്നു, അങ്ങനെയുള്ളൊരു രീതിയിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു ചോയ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഒന്നും തോന്നുന്നില്ല. പിന്നെ ഞാനിപ്പോൾ പേഴ്സണലി ഈ CA ഫ്രാറ്റേണിറ്റിയുടെ കൂടെ അസോസിയേറ്റ് ആയിട്ട് ഒരു 8 കൊല്ലമായിട്ട് ഒരുപാട് CAസിന് അറിയാം, അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും, നോളേജ് അക്വയർ ചെയ്യും, അങ്ങനെ ഇതൊക്കെ. അപ്പോൾ ഞാൻ ഈ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഈ ചെയർമാൻ എന്നുള്ളൊരു പദവി. അത് പലരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ CA ഫ്രാറ്റേണിറ്റിയെ സംബന്ധിച്ചിടത്തോളം മെമ്പേഴ്സിന് അതൊരു പ്രസ്റ്റീജിയസ് പൊസിഷനാണ്. അപ്പോൾ രഞ്ജിത്ത് കാർത്തികേയൻ എന്ന വ്യക്തിയും ഒരു സമയത്ത് തിരുവനന്തപുരം ബ്രാഞ്ചിൻ്റെ SIRC തിരുവനന്തപുരം ബ്രാഞ്ചിൻ്റെ ചെയർമാൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു കൊല്ലത്തിൽ ഒരു ബെസ്റ്റ് ബ്രാഞ്ച് എന്നുള്ളൊരു അവാർഡും മേടിക്കുകയുണ്ടായി. അപ്പോൾ ഈ ചെയർമാൻ്റെ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു കൊല്ലമാണ് സമയം. അപ്പോൾ ഈ ഒരു കൊല്ലത്തിനിടയ്ക്ക് എങ്ങനെ ഇത് സംഘടിപ്പിച്ചെടുത്തതുള്ളത് മനസ്സിലായി. ഞാൻ 6 വർഷം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ട്രിവാൻഡ്രം ബ്രാഞ്ചിൻ്റെ കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പം സ്റ്റുഡൻസിൻ്റെ ചെയർമാനായിരുന്നു, സെക്രട്ടറി ആയിരുന്നു, ട്രഷററായിരുന്നു. എനിക്ക് തോന്നുന്നു 2 വർഷം മറ്റേ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു ഗുണം എന്ന് പറയുന്നത് ദാറ്റ് വാസ് വേ ബാക്ക് ഇൻ 99 മുതൽ 2005 വരെയാണ്. 2005 4-5 ആണ് ഞാൻ ചെയർമാൻ ആകുന്നത്. അപ്പോൾ ഐ ഹാഡ്
very, very experienced people with whom I had an opportunity to work. See, since I started as a practitioner, എൻ്റെ എക്സ്പീരിയൻസ് ഇൻ റണ്ണിങ് എൻ ഓർഗനൈസേഷൻ വാസ് വെരി ലിമിറ്റഡ്. എൻ്റെ ഒരു ഇൻഓർഗാനിക് ഗ്രോത്ത് ആയിരുന്നു അല്ലേ. ഞാൻ വീടിൻ്റെ സൈഡിലൊരു ടേബിളും ചെയറും ഇട്ട് തുടങ്ങുന്നൊരു പ്രാക്ടീസ്. ആൻഡ് അന്ന് ഈ പറയുന്ന 20 years ബാക്ക് ഐ വാസ് നോട്ട് ദാറ്റ് എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ അന്ന് ആദ്യത്തെ ഒരു 3 വർഷം ആയിരുന്നു. അന്ന് 3 year tenure ആയിരുന്നു. അത് കഴിഞ്ഞ് റീഎലക്ട് ചെയ്ത് രണ്ടാമത്തെ ടെന്യൂർ. അപ്പം അന്ന് ഈ സെക്കൻഡ് ഇയർ വന്നപ്പോൾ there was a disruption. അന്ന് ഒരു GN നായർ എന്ന് പറയുന്ന ലാറ്റക്സിൻ്റെ, അന്ന് HLL ലാറ്റക്സിൻ്റെ ഒരു ഡയറക്ടർ, പിന്നെ ലേറ്റർ ഓൺ ഹി ബിക്കേം ദ മാനേജിങ് ഡയറക്ടർ ഓഫ് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ. അപ്പോൾ ഇദ്ദേഹം വന്നപ്പോഴത്തേക്കാണ് ആക്ച്വലി ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് റെഡിയാക്കിയെടുത്തത്. കുറേ കൂടെ ഓർഗനൈസ്ഡ് ആയി ആക്ടിവിറ്റീസ്. മറ്റേന്ന് പറയുന്നത് ചാർട്ട് അക്കൗണ്ട്സ് വരും, ഇത് അവിടുത്തെ ഒരു ലോക്കൽ മാനേജറുണ്ട്, അദ്ദേഹം ചെയ്യും, അത് നമ്മൾ ഒപ്പിട്ട് കൊടുക്കും എന്നുള്ളത്. ഇതിനെ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് കൊണ്ടുവരികയും കുറേ കൂടെ സ്ട്രക്ചേർഡായിട്ട് വരികയും ഈ GN നായർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയർമാൻ ആകുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. അത് പ്രോഗ്രസ് ചെയ്ത് നെക്സ്റ്റ് ഇയർ വന്നപ്പോഴത്തേക്ക് കുറേ കൂടെ അത് സെറ്റിൽഡായി. അപ്പം ആക്ച്വലി ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രാഞ്ചിൽ കേരളത്തിൽ ആദ്യമായി ഒരു ബെസ്റ്റ് ബ്രാഞ്ച് ഓൾ ഇന്ത്യ കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു ക്രെഡിറ്റ് അല്ല. ഇതിനു മുമ്പ് ഈ കേരളത്തിൽ ഒരു ബ്രാഞ്ചിന് കിട്ടിയിട്ടില്ല. തിരുവനന്തപുരമാണ് ആദ്യം. അതും രഞ്ജിത്ത് കാർത്തികേയൻ എൻ്റെ പീരീഡിലാണ്. അപ്പോൾ അക്കൗണ്ടൻസ് ആണ്, ചാർട്ട് അക്കൗണ്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്കൗണ്ട്സ് നമ്മൾ ഒരു മാസം കഴിഞ്ഞ് ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ അത് അന്ന് ഈ പറയുന്ന പോലെ ഇൻറ്റേർണൽ ഓഡിറ്റും മറ്റുമൊക്കെ നടന്ന സമയത്ത് 31st നമ്മൾ ബുക്ക് ക്ലോസ് ചെയ്ത് 1-ാം തീയതി നമ്മുടെ റിട്ടേൺസ് കംപ്ലീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ട് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ന്യൂഡൽഹിയിലേക്ക് അയക്കേണ്ടായി. ഏപ്രിൽ 1-ാം തീയതി. അപ്പോൾ വിച്ച് വാസ് ലൈക്ക് ദാറ്റ് ഇസ് ദ ടൈം വെൻ പ്രോബ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് ഓഫീസ് ത്രിവേന്ദ്രം വൈസാ കോയി ബ്രാഞ്ച് ഹേ. അന്ന് വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാഞ്ച് ബിൽഡിങ്സ് തിരുവനന്തപുരത്താണ്. മാത്രമല്ല ഭാരതത്തിൽ ആദ്യമായിട്ട് ഒരു ഇൻഹൗസ് കമ്പ്യൂട്ടർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ കാലത്താണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട്. അന്ന് ഔട്ട്സോഴ്സ്ഡ് ആയിരുന്നു ട്രെയിനിങ്. ഈ നമ്മുടെ ഈ കമ്പ്യൂട്ടർ ട്രെയിനിങ് വന്ന കാലഘട്ടമാണ്. ആ സമയത്ത് ഔട്ട്സോഴ്സ്ഡ് ആയിരുന്നു. അന്ന് TN മനോഹരൻ അദ്ദേഹമായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡൻറ്റ്. അപ്പോൾ അദ്ദേഹം എൻ്റെ ടീച്ചറായിരുന്നു, ഗുരുവായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഒരു ആക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ വൈ ഡോണ്ട് യു ഗിവ് മീ എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഐ ഹാവ് സ്പേസ്, I will buy a few computers, I'll appoint somebody so that I'll have a direct access, അല്ലെങ്കിൽ ഒരു direct monitoring. And TN Manoharan, he was kind enough to accept that argument. And he granted me 8 lakh rupees and asked me to fund 2 lakh rupees from branch level. അങ്ങനെ 10 ലക്ഷം രൂപയ്ക്ക് ഒരു കമ്പ്യൂട്ടർ ഒരു ഇൻഹൗസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നും അത് ഫങ്ഷണലാണ്. ആക്ച്വലി വെൻ യു ഗെറ്റ് എൻ അവാർഡ്, it is not that you are the best, but you have been noticed for your work. Correct. അത് ചെയ്യാൻ പറ്റി. ഞാൻ ചെയ്ത ജോലി മാത്രമല്ല, I yelled at the top of my voice that this is what I have done എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു അവാർഡ് എനിക്ക് ആ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. ഈ ഒരു പ്രൊഫഷനിൽ നമ്മൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് അവർക്ക് ഈ എക്സ്പെർട്ടൈസ് ഏതിലാണ് ഉള്ള ആ ഫീൽഡ് അല്ലാതെ ചില എക്സ്പെർട്ടൈസ് അവർക്ക് ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഈ പ്രൊഫഷനിലുള്ളപ്പോൾ തന്നെ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ളത് പഠിച്ചെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് ആർജവം കാണിക്കും അങ്ങനെ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഓർക്കുന്നുണ്ട്, ഞാൻ രഞ്ജിത്ത് കാർത്തികേയനുമായിട്ട് സംസാരിക്കുമ്പോൾ ആക്ച്വലി ഈ ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കുറച്ച് സമയം ചിലവാക്കി അതിനെക്കുറിച്ച് മനസ്സിലാക്കി, പിന്നെ അത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് പറയാൻ പറ്റുമോ? ഒരു ചാർട്ട് അക്കൗണ്ടൻറ്റിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റിലെ അറിവും പ്രാഗൽഭ്യവും തന്നെയാണ്. യു നീഡ് ദാറ്റ് സ്കിൽ സെറ്റ്. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ട് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായി. ദേ came out with a course called DISA, Diploma in Information Systems Audit.
അപ്പോൾ എനിത്തിങ് ന്യൂ ഐ വാസ് ക്യൂരിയസ് ആൻഡ് ഐ യൂസ് ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്. അപ്പോൾ അങ്ങനെ ഈ ഡീസ കോഴ്സിൻ്റെ ആദ്യത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയും അന്ന് ട്രിവാൻഡ്രത്ത് അതിൻ്റെ കോഴ്സോ പരീക്ഷയില്ല, അന്നത് ഒരു 100 hour ട്രെയിനിങ് വാസ് ഡൺ ഇൻ ചെന്നൈ. സോ ഞാനും ആ കോഴ്സിന് ഇവിടെ വരികയും ആൻഡ് അസസ്മെൻറ്റ് ടെസ്റ്റും എലിജിബിലിറ്റി ടെസ്റ്റും ഒക്കെ നടക്കുന്നത് കോയമ്പത്തൂരിലാണ്. അപ്പം അങ്ങനെ ഫോർച്ചുനേറ്റ്ലി ആ ഒരു ഡീസ കോഴ്സ് നമുക്ക് ഫസ്റ്റ് ബാച്ചിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റി. പക്ഷേ എഗെയിൻ ലൊക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയാൻ കാരണം, തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിൽ ഇതിൻ്റെ യൂട്ടിലിറ്റി വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഒരു IT ഓഡിറ്റ്, ഇൻഫർമേഷൻ സിസ്റ്റംസ് ഓഡിറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു. അപ്പം ഇഫ് യു ആർ നോട്ട് യൂട്ടിലൈസിങ് യുവർ സ്കിൽസ് ദെൻ ഇറ്റ് ഗെറ്റ്സ് റസ്റ്റഡ്, അത് തുരുമ്പിടിച്ചു പോവും. അപ്പോൾ പക്ഷെ പിന്നെ ദിസ് ഹസ് ബിക്കം എ പാർട്ട് ഓഫ് യുവർ എവറി ഡേ പ്രാക്ടീസ്. ഈ IS എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ട് നിന്നില്ല. ഞാൻ പറഞ്ഞു എനേബിളറായി മാറി. ഇൻഫർമേഷൻ സിസ്റ്റംസ് ഹസ് ബിക്കം എൻ എനേബിളർ. കാരണം ഇപ്പം ഇൻകം ടാക്സ് ഫയലിംഗ് ആണെങ്കിലും MCA ഫയലിംഗ് ആണെങ്കിലും കമ്പനി ലോസ് ഫയലിംഗ് ആണെങ്കിലും ഒക്കെ എല്ലാം ഓൺലൈനിലായി. അപ്പോൾ യു ഹാവ് ടു ബി സ്കിൽഡ് ഇൻ യുവർ IT മാറ്റേഴ്സ്. പിന്നെ ഇതൊരു സെപ്പറേറ്റ് ഡൊമെയിനുമായി മാറി. ഒരു ചാർട്ട് അക്കൗണ്ടിൻ്റെ ഡൊമെയിനിൽ നിന്ന് മാറി IT ഓഡിറ്റ് എന്ന് പറയുന്നത് കൂടെ ടെക്നിക്കൽ ഓറിയൻറ്റഡ് അതിൽ നിന്ന് മാറി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോഴ്സ് കൊണ്ടുണ്ടായ ഗുണം എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിനകത്ത് ഒരു ഏർലി എൻട്രൻ്റായി അല്ലെങ്കിൽ ടെക്നോളജിയുമായിട്ട് കൂടെ അടുത്ത് ഇടപഴകാനുള്ള ഒരു ചാൻസായി, ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായി, ഒരു സ്കില്ലുണ്ടായി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ഒരു മോണിറ്റൈസേഷൻ എന്നതിലുപരി ഈ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ അറിവ് ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, അതും എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലത്തെ ടൗണിലോ അല്ലെങ്കിൽ അന്നത്തെ സർക്കംസ്റ്റാൻസസിലോ ഇത് ചിലപ്പോൾ അതിന് വലിയൊരു പ്രാതിനിധ്യം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് തോന്നിയിട്ടില്ല. ഇറ്റ് വാസ് സ്ലൈറ്റ്ലി ഏർലി. പക്ഷേ ഇന്നും ഈ ഡീസ കോഴ്സ് ഉണ്ട്, അതെനിക്ക് തോന്നുന്നു ഇവോൾവ് ചെയ്ത് കാണണം. ഇന്നത്തെ നീഡിനനുസരിച്ച് സാധാരണ ചാർട്ട് അക്കൗണ്ടൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എപ്പോഴും ഒരു അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു കോഴ്സ് മെറ്റീരിയൽ എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് സ്റ്റിൽ കണ്ടിന്യൂയിങ് ആൻഡ് അറ്റ്സ് എ ഗ്രേറ്റ് എനേബിളർ ഓൾസോ. ഒരു എനേബിൾമെൻറ്റ് ചാർട്ട് അക്കൗണ്ടൻസിന് ഉണ്ടായിട്ടുണ്ട്. ഒരു ടെക്നോളജി ആയിട്ടുള്ളൊരു ബന്ധം നിലനിർത്താൻ അത് തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഇപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ടെക്നോളജിക്കൽ ആസ്പെക്റ്റ് ആണെങ്കിലും ശരി, വേറെ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് സബ്ജക്ട്സ് ആണെങ്കിലും ശരി, ഒരുപാട് എഫേർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ആ AI കോഴ്സ് CAക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പം അങ്ങനെ എഫേർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ നിന്ന് ഒത്തിരി ഫസ്റ്റ് ലെവൽ സർട്ടിഫിക്കേഷൻ്റെ ക്ലാസ്സസ് ഓൾമോസ്റ്റ് എല്ലായിടത്തും ആയി കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് അതിൻ്റെ അടുത്ത ലെവൽ ഓഫ് സർട്ടിഫിക്കേഷൻ ഐ തിങ്ക് ഇത് റോളിങ് ഔട്ട് വെനി ടൈം സൂൺ. അപ്പോൾ ഒരു അപ്ഡേഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ കാര്യമായിട്ട് ചെയ്യുന്നൊരു വിഷയമാണ്. അത് വെരി മച്ച് അപ്ഡേറ്റഡ് ആണ്. കാരണം ഇല്ലെങ്കിൽ ചാർട്ട് അക്കൗണ്ട്സിനും ഒരു ഔട്ട്ഡേറ്റഡ് ആയി മാറിയേക്കാം. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് ബീൻ ടേക്കിംഗ് എ ലോട്ട് ഓഫ് എഫർട്ട്. തീർച്ചയായിട്ടും. അത് നമുക്ക് ലാസ്റ്റ് ഇപ്പോൾ ഒരു 4-5 വർഷത്തിൽ തന്നെ നമുക്കത് കാണാൻ ഒത്തിരി സെമിനാർസും ഈ ടോപ്പിക്കിൽ ഒരുപാട് സെമിനാർസും പിന്നെ ഈ പുതിയ കോഴ്സസ് ITT കരിക്കുലമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് പറ്റിയിട്ടും, അതേപോലെ ഈ ക്ലൗഡ് അക്കൗണ്ടിങ് ആണെങ്കിലും ശരി, അങ്ങനെ പല കാര്യങ്ങളിലും പല ബ്രാഞ്ചസിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിൽ ട്രെയിനിങ് കൊടുക്കുന്നത്, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തായാലും ക്രിയേറ്റ് ഡെഫിനറ്റായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 7-8 കൊല്ലമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ടെക്നോളജി ഒരു ഡിസ്റപ്റ്റിംഗ് ഫാക്ടറായിട്ടൊരു പല ഇൻഡസ്ട്രിക്കും വരുന്നുണ്ട്. അതിൽ തന്നെ AI/ML ഉണ്ട്, ക്ലൗഡ് അക്കൗണ്ടിങ് ഉണ്ട്, അങ്ങനത്തെ വേരിയസ് ആസ്പെക്റ്റ്. അപ്പോൾ ഈ പ്രൊഫഷനിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും 2 വിധത്തിലുള്ള അഭിപ്രായം. ഒന്ന് വന്നിട്ട് ഈ ടെക്നോളജി നമ്മുടെ പ്രൊഫഷൻ ഒരു ത്രെട്ടാവുമോ, പിന്നെ ചിലർക്ക് അതങ്ങനെയൊന്നും സംഭവിക്കില്ല, ഈ പ്രൊഫഷൻ ഇനിയും ഫ്ലറിഷ് ആവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള അഭിപ്രായം. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ ഈ ടെക്നോളജി ഇതൊരു ഡിസ്റപ്റ്റിംഗ് ഫാക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി ഫ്യൂച്ചറിൽ എങ്ങനെ ഇവോൾവ് ആവും? അത് അഡ്വാൻറ്റേജ് ആയിട്ട് വരുമോ, അല്ല അതൊരു ത്രെട്ടായിട്ട് വരുമോ ഇൻഡസ്ട്രിക്ക്, അല്ല പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല,
അത് ഓൺലി ഇറ്റ് വിൽ ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ന്യൂ എൻട്രൻസ്, അങ്ങനെയാണോ തോന്നുന്നത്? എനിക്കൊന്ന് തോന്നുന്നു നമ്മൾ വളരെ കാര്യമായിട്ട് കാണേണ്ട രണ്ട് ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻസ് ഉണ്ട്. ഒന്ന് ഓഫ്റ്റ് റിപ്പീറ്റഡ് കൊഡാക് ഫിലിം ഡിജിറ്റലായിട്ട് മാറിയപ്പോൾ ഉണ്ടായിട്ടുള്ള അവരുടെ ആ റെസിസ്റ്റൻസ്, ഹൗ ഫോട്ടോഗ്രാഫി ചേഞ്ച്ഡ്. രണ്ട് നോക്കിയ ടെലഫോൺ. നോക്കിയ സ്മാർട്ട് ഫോണിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ, ഇന്നും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടെലഫോൺ സെയിൽസ് നടത്തിയൊരു കമ്പനിയാണ് നോക്കിയ. ദേ ബിക്കെയിം ഇറലവൻറ്റ്. സെയിം തിങ് വിത്ത് ബ്ലാക്ക്ബെറി. അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട്, ഇപ്പം എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിന് ഉണ്ടായിട്ടുള്ള, എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സ് വാസ് നെവർ സീൻ ആസ് എ ഗെയിം ചേഞ്ചർ. ടുഡേ യു ക്യാൻ സീ ഹൗ ഡിഫറെൻറ്റ് ഇറ്റ് ഈസ്. അതുപോലെ തന്നെയാണ് ഈ അക്കൗണ്ടിങ് ആസ് എ പ്രൊഫഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു ക്രോസ് റോഡിൽ നിൽക്കുകയാണ്. ദർസ് എ ഡിജിറ്റൽ ഡിസ്ട്രപ്ഷൻ ദാറ്റ് ഇസ് ഹാപ്പനിങ്. ഇന്ന് ചേഞ്ച് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഇതിനകത്ത് സർവൈവ് ചെയ്യാനൊക്കെ ഉള്ളൂ. ആ സർവൈവൽ എന്ന് പറയുന്നത് ഹെവിലി ടെക് ഡിപ്പെൻഡൻറ്റ്, ഒരു പണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കൺവെൻഷണൽ ബുക്ക് കീപ്പിംഗ്, അവിടെ നിന്ന് ഒരു അക്കൗണ്ടിങ്, അതിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഓഡിറ്റിംഗ്. അപ്പോൾ ഈ 3 ഡൊമൈൻസ് ആയിരുന്നു ഈ വ്യാപരിച്ചിരുന്നത്. ഒരുപക്ഷെ ഗവൺമെൻറ് തന്നെ ഒരു നിയമമായിട്ട് വന്നേക്കാം. ഒരു ത്രഷോൾഡിന് താഴെയുള്ള, ഇന്നിപ്പോൾ 1 കോടിക്ക് മുകളിലുള്ളതിന് ഓഡിറ്റ് എന്ന്, അല്ലെങ്കിൽ 5 കോടിക്ക് മുകളിലുള്ള ഓഡിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പക്ഷേ 50-100 കോടി രൂപ അല്ലെങ്കിൽ MSME സെക്ടറിലുള്ള ആളുകൾ ഓഡിറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു മീഡിയം ലെവൽ പ്രാക്ടീഷണേഴ്സ്, സ്മോൾ ആൻഡ് മീഡിയം പ്രാക്ടീഷണേഴ്സിൻ്റെ ഒരു മേജർ ചങ്ക് ഓഫ് വർക്ക് പോയേക്കാം. കാരണം ഇന്ന് ആ ഒരു ഡിജിറ്റൽ കറൻസി ട്രാൻസാക്ഷൻസും മറ്റുമൊക്കെ ആയിക്കൊണ്ട് 90%, 95% ഇന്ന് ഡിജിറ്റലി ട്രാൻസാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ട്രാക്കബിളാണ്. GST വന്നതോടുകൂടി സീംലെസ് ആണ്. ഏത് കാര്യങ്ങൾ, ഏത് ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്യാനൊക്കും. ഇന്ന് ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും മാപ്ഡ് ആണ്. അതൊരു കൺവീനിയൻസായി മാറി. നമുക്ക് തന്നെ ചിലപ്പം നമ്മൾ ഒരു ആക്ച്വലി വിട്ടുപോയേക്കാം ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതോ, അത് വിട്ടുപോയേക്കാം. ഇതൊന്നും, അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരുപക്ഷെ ഒരു ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു സംശയം വരുമ്പം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമായി മാറിയേക്കാം. പിന്നെ ഈ അക്കൗണ്ടിങ്ങിലേക്ക് ബ്ലോക്ക് ചെയിൻ പോലുള്ള ടെക്നോളജി അബ്സോർപ്ഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു മാറ്റം ഉണ്ടാകാം. അപ്പോൾ എന്താ വേണ്ടത്? അപ്പോൾ ഇന്നത്തെ ആ ഒരു രീതി മാറണം. മാറിയില്ലെങ്കിൽ നമ്മൾ പെരിഷ് ചെയ്യും. എക്സിസ്റ്റിംഗ് ചാർട്ട് അക്കൗണ്ടൻസിൻ്റെ പ്രാക്ടീസ് യൂണിറ്റ്സ് ആ ഒരു ഷിഫ്റ്റ് സീംലെസ് ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിരിക്കണം. അത് ഇങ്ങനെ പറയാമോ? അതായത് ഈ ഇന്ന് നമ്മൾ ഈ പ്രൊഫഷനിൽ ഒരു എക്സ്പേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് ടെക്നോളജിയെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു എറർ ഉണ്ടാവാൻ സാധ്യത ഏറ്റവും കുറവുള്ള ഒരു മേഖലയാണ്. നാച്ചുറലി. കാരണം ഇതെല്ലാം ഈ പറയുന്ന പോലെ, ഫോർ എക്സാമ്പിൾ, ഇന്ന് ഇപ്പം ഒരു കമ്പനിയുടെ ട്രാവലിന് എംപ്ലോയി പോകുന്നു, ആയിരക്കണക്കിന് എംപ്ലോയീസ് ഉള്ള ട്രാവൽ പോകുന്നു. ഇത് പണ്ടൊരു മാപ്പ് ചെയ്യാനും അതിൻ്റെ ഒരു ക്ലെയിം സെറ്റിൽമെൻറ്റും എന്നൊക്കെ പറയുന്നത് വലിയൊരു പ്രോസസ്സായിരുന്നു. അഡ്വാൻസ് കൊടുക്കുന്നു, അത് തിരിച്ചു കൊണ്ടിരുന്നു. ഇന്ന് ഒരു പക്ഷേ ഇതെല്ലാം സീംലെസ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺലൈനിൽ ഇത് നടക്കുകയാണ്. ടിക്കറ്റ് എടുക്കുന്നത്, ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഗെറ്റ്സ് മാപ്ഡ് ഇൻ ടു ദ അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പോൾ അതിന് ഈ സോഹോ പോലുള്ള കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ആർ അമേസിങ്. where you have every solution for everything. ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിങ് ആണ്, അതിന് പേറോളിന് പ്രത്യേകമുണ്ട്. അപ്പോൾ അതൊരു ERP എന്നുള്ള തലത്തിലേക്ക് മാറാം. അതിനകത്തേക്ക് ഒരുപാട് ആളുകൾ, പുതിയ എൻട്രൻസ് വരാം. എക്സിസ്റ്റിംഗ് ഉള്ള കമ്പനീസും ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഒരു അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഇതിനൊരു ഡിസ്റപ്ഷൻ ഉണ്ടാവും. ഒരു ബുക്ക് കീപ്പർ, അക്കൗണ്ടൻറ്റ്, ഫൈനലൈസേഷൻ, റിക്കൺസിലിയേഷൻ, ഇതൊന്നും വലിയൊരു ചലഞ്ചല്ല. ഇന്ന് ബാങ്ക് റെക്കൺസിലേഷൻ ഓട്ടോമാറ്റിക്കലി ഹാപ്പൻസ് ഇൻ സോഹോ ബുക്സ്. അപ്പം ദ ലൈഫ് ഓഫ് എൻ അക്കൗണ്ടൻറ്റ് ഹാസ് ബിക്കം ഈസിയർ. അപ്പോൾ സ്കിൽ സെറ്റ്സ് ഡിഫറെൻ്റ് ആയി. ദ ടൈപ്പ് ഓഫ് എറേഴ്സ് ഹാസ് ഓൾസോ ബിക്കം ഡിഫറെൻറ്റ്. ദ മെത്തഡ് ഓഫ് ലുക്കിംഗ് അറ്റ് ദ അക്കൗണ്ട്സ് അത് ചേഞ്ചായി.
അപ്പോൾ അതിനുള്ള സ്കിൽ സെറ്റ് ഇന്നേ ഡെവലപ്പ് ചെയ്ത് ഇന്നേ അതിന് അത് ടേക്കപ്പ് ചെയ്തില്ല എങ്കിൽ ഈ ഓഡിറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ മാറും. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, ഇതൊരു അനാലിസിസിൻ്റെ പാർട്ടിലേക്ക് പോയി. അഡ്വൈസറി ആയി കൂടുതൽ ആവശ്യം. കൺസൾട്ടൻസി ആൻഡ് അഡ്വൈസറി, അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് ആയി ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ, ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് വേണ്ട ലെവലിലേക്കോട്ട് ഷിഫ്റ്റായി മാറി. സോ അപ്പോൾ ഈ പ്രൊഫഷന് പുറത്തു പോകുന്നതിനെക്കാട്ടിലും വളരെയധികം കുറഞ്ഞുപോയി ഈ പ്രൊഫഷൻ അകത്തേക്ക് വരുന്നവരുടെ എണ്ണം. ഇതിന് പല കാരണങ്ങളുണ്ടാവും. ഒന്ന്, ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് എന്ന് പറയുന്നത് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അത് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സാണെന്നും, അല്ലെങ്കിൽ ഇതിന് ഞാനൊരു 5-6 കൊല്ലം ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഇതിൽ ഞാൻ സമയം ചെലവഴിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പരക്കെയുള്ള ഒരു അഭിപ്രായങ്ങളുണ്ട്. ഇതൊരു കാരണവുമായിരിക്കാം. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു റൈറ്റ് അഡ്വൈസ് യങ് എൻട്രൻസിന് കൊടുക്കണം എങ്കിൽ അത് എന്ത് തരത്തിലുള്ള അഡ്വൈസ് ആയിരിക്കും ആൻ എക്സ്പേർട്ട് ലൈക്ക് CA രഞ്ജിത്ത് കാർത്തികേയൻ എന്ന് കൊടുക്കാൻ പറ്റുക? നേരത്തെ പറഞ്ഞല്ലോ, എനി പ്രൊഫഷൻ, ഒരു ഈവൻ ഇപ്പം ഒരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിലും കൺസ്ട്രക്ഷനിലുണ്ടായ എഞ്ചിനീയർ ആണെങ്കിലും ഇറ്റ് ഹാസ് ടേക്കൺ എ ടേൺ. ഈ പണ്ട് ഉണ്ടായിരുന്ന പോലെ വെയിലത്ത് നിന്ന് ഇത് ചെയ്യുന്നതല്ല. അവരും ഈ പറയുന്ന IT-യുടെ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് ട്രാൻസ്ഫോം ചെയ്തു. ഇന്ന് മെയിൻലി IT മേഖല കംപ്ലീറ്റ് റൺ ചെയ്ത എഞ്ചിനീയേഴ്സാണ്, മെക്കാനിക്കലാണെങ്കിലും സിവിലാണെങ്കിലും. അപ്പോൾ ഒരു ചേഞ്ച് ഹാസ് ടു ഹാപ്പൻ. അപ്പോൾ ഇതിനകത്ത് കൂടുതലും ടെക് ഒരു ഓറിയൻറ്റേഷനുള്ള ആളുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വരേണ്ടത്, അല്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് ഒരു ടെക്നോളജിയുടെ ഒരു ഓറിയൻറ്റേഷൻ ഇതിനകത്തുണ്ടായിരിക്കണം. ഈ ഡോക്ടേഴ്സ്, സർജൻസായിട്ട് മാറുന്ന ആളുകളെ പറ്റി പറയുന്നത് എന്താ പറഞ്ഞാൽ, ഈ വീഡിയോ ഗെയിംസ് കളിക്കുന്നവർക്ക് ഇപ്പോൾ കൂടുതൽ ഇതാണ്. പണ്ട് നമ്മൾ വീഡിയോ ഗെയിംസ് കളിക്കുന്നത് എന്തോ ഒരു 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 അങ്ങനെ പഴയ ഒരു സ്റ്റുഡിയസ് ആയിട്ടുള്ള ആളുകളല്ല എന്ന് പറയുന്നത്. ഇന്ന് പറയുന്നത് ഈ ജോയ്സ്റ്റിക്കൊക്കെ വെച്ച് കളിക്കുന്നവർക്കാണ് സർജറി ചെയ്യാൻ കൂടുതൽ പ്രാവീണ്യം ഉണ്ടാകുന്നതെന്നുള്ളതാണ്. യു സീ ദ ചേഞ്ച് ഇൻ പെർസെപ്ഷൻ. സോ പെർസൺ ഹൂ നോസ് ഹൗ ടു മൂവ് ദ ജോയ്സ്റ്റിക്ക്, അവരാണ് ഈ റോബോട്ടിക് സർജറിയിൽ എക്സെൽ ചെയ്യുന്നത്. So now the change, the perception has changed. Same thing happens in accounting. The accounting has now been driven by technology. അപ്പോൾ your focus area has shifted. So അതിനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. Of course, in my opinion, the chartered accountancy as a profession is just taking a turn. The relevance as an auditor has become more important. Absolutely. And people are started when you have so much of business coming in, the startup ecosystem is happening. India per se is growing by leaps and bounds. The relevance of a expert making an opinion. പക്ഷെ അത് ഈ പറയുന്നത് പോലെ ഒരു പഴയ ബുക്ക് എഴുതുന്നതോ ഫൈനലൈസ് ചെയ്യുന്നതോ റിക്കൺസിൽ ചെയ്യുന്നതോ മാറി ഈ പറയുന്ന ബുക്സ് എഴുതി ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ഒരു ഫോക്കസ് ഷിഫ്റ്റ്, അതിൻ്റെ ബേസ് ചെയ്ത് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള തലത്തിലേക്ക് മാറി. അത് നേരത്തെ പറഞ്ഞ ഒരു അഡ്വൈസറി ആയി, ഒരു ഡിസിഷൻ മേക്കിംഗ് എയ്ഡായി, ഇങ്ങനെയുള്ളൊരു തലത്തിലേക്കുള്ള ചേഞ്ച് ഉണ്ടായി. ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രൊഫഷൻ will be more relevant today with so many compliances. ടാക്സേഷൻ കംപ്ലയൻസ് ആണെങ്കിലും, FDIയിലുള്ള കംപ്ലയൻസസ് ആണെങ്കിലും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള കംപ്ലയൻസസ് ആണെങ്കിലും, ഇങ്ങനെയുള്ള നിയമങ്ങളുടെ അപ്പം കൂടുതലും ഈ ബുക്ക് എഴുതി ഇത് ചെയ്യുന്ന ഒരു റോള് ഓട്ടോമേറ്റ് ചെയ്യപ്പെട്ടു. അവിടെ നിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ബിസിനസ്സുകാരനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു അഡ്വൈസർ എന്നുള്ള തലത്തിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് ഈ പ്രൊഫഷനിലോട്ട് പോകുന്നത്. മൾട്ടി ഡിസിപ്ലിനറി എക്സ്പെർട്ടീസ് വേണ്ട ഒരു മേഖലയായി മാറി ഈ പ്രാക്ടീസ് ഡൊമെയിൻ. അപ്പോൾ ഒരു സിംഗിൾ ഇൻഡിവിഡ്വൽ പ്രാക്ടീഷണർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു പക്ഷേ നാളെ ഇല്ലാതായിട്ട് മാറും. അപ്പം കൂടുതൽ എക്സ്പെർട്ടീസുള്ള, കൂടുതൽ ഒരു ബിഗർ സൈസിലുള്ള മൾട്ടിപ്പിൾ ഡൊമെയിൻ എക്സ്പെർട്ടീസുള്ള ആളുകളിലേക്ക് ഇത് മാറും. അപ്പോൾ എനിക്ക് ടാക്സേഷൻ്റെ അഡ്വൈസ് കിട്ടും, കമ്പനി ലോ അഡ്വൈസറി കിട്ടും,
സക്സഷൻ പ്ലാനിങ് ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഒരു ഡെമോഗ്രാഫിക് ആയിട്ട് ചാലഞ്ചിങ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള തമിഴ്നാടാകട്ടെ, കേരളമാകട്ടെ, സദേൺ സ്റ്റേറ്റ്സിലും കൊറോമാൻഡൽ സ്റ്റേറ്റ്സിലെല്ലാം ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ ഹിന്ദി ഹാർട്ട്ലാൻഡിലാണ് നമുക്ക് യങ് പോപ്പുലേഷൻ ഉള്ളത്. അപ്പോൾ ഇതിന് ഒരുപാട് ചലഞ്ച് ഇന്ന് സക്സഷൻ ഉണ്ട്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഒരു റോളെന്ന് പറയുന്നത് ഒരു വലിയ ഷിഫ്റ്റ് അങ്ങോട്ടേക്കൊക്കെ മാറും. അപ്പോൾ ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള റോള്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റ് വിൽ ഗെറ്റ് മോർ റെലവൻസ്. ആൻഡ് ഒരു ഡിജിറ്റലായിട്ട് ടെക്നോളജി റിലേറ്റഡ് ഒരു എനേബിൾഡ് ആയിട്ട് ബിഗർ ടീം വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ന്യൂ എൻട്രൻസ് വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ബി എ സിംഗിൾ പേഴ്സൺ. പക്ഷേ ദർ ആർ ബിഗ് ഓർഗനൈസേഷൻസ്, ഇൻഡസ്ട്രി ഇസ് കീൻ ടു hire chartered accountants because our training is very rigorous. Quality of people that come out from the chartered accountancy profession. ആളില്ല. അപ്പോൾ അതുകൊണ്ട് ആസ് എ പ്രൊഫഷൻ ഇറ്റ് വിൽ റൺ. പക്ഷേ ദർ ഹാസ് ടു ബി എ സീരിയസ് ഷിഫ്റ്റ് ഇൻ ഫോക്കസ് ഇൻ ദ പ്രൊഫഷൻ. സോ അവസാനമായിട്ടൊരു ചോദ്യം, ഒരു രസകരമായ ചോദ്യം എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പ്രൊഫഷനെ കുറിച്ച് സംസാരിച്ചു, താങ്കളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇവിടെ നിന്ന് നമ്മൾ ഒരു രസകരമായിട്ടുള്ളൊരു മേഖലയിലേക്കാണ് പോകുന്നത്. ഒരു ഫൺ ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമതായിട്ട് എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത്രയും വലിയ തിരക്കിനിടയിലുള്ള രഞ്ജിത്ത് കാർത്തികേയന് കുറച്ച് സമയം പേഴ്സണലായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എന്തായിരിക്കും ചെയ്യുക? I'll do nothing. That's really fun. And the second is, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ ഒരു ലോയറോ അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ രഞ്ജിത്ത് കാർത്തികേയൻ ആരാകുമായിരുന്നു? I'll be in the forces, especially Air Force. I would have joined the forces. ആ മേഖലയിലായിരുന്നു ഇൻട്രസ്റ്റ് ജാസ്തി. ഓക്കെ, ഒരു മൂന്നാമതായിട്ടുള്ളൊരു ചോദ്യം, ഒരു ജീവിച്ചിരിക്കുന്നതോ ഇപ്പോൾ ഇല്ലാത്തതോ ആയ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട്, ഒരു പ്രമുഖ വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു വ്യക്തിയുമായിട്ട് ഒരു ഡിന്നറിനുള്ള ഒരു സാധ്യത കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരോട് എന്ത് ചോദ്യമായിരുന്നു രഞ്ജിത്ത് കാർത്തികേയൻ ജി ചോദിക്കാം? ഒരുപക്ഷെ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഒരു ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ ഐ വുഡ് ഹവ് ചോസൻ സുഭാഷ് ചന്ദ്ര ബോസ് ടു ഹാവ് എ ഡിന്നർ വിത്ത്, ബിക്കോസ് ഹീ ഈസ് in my opinion the true national leader who have fought for the freedom, and I would have asked whether you will take me along with you. So ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നതിനും ഈ തിരക്കിനിടയിലും നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും വളരെ ക്ഷമയോടുകൂടി എന്ന് തന്നെ പറയാം, ക്ഷമയോടുകൂടി മറുപടി പറഞ്ഞതിനും വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും ഇത് ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഇതൊരു പ്രചോദനമായി തന്നെ മാറും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം തീർച്ചയായിട്ടും. സോ ഏതായാലും നമ്മുടെ ഷോയിൽ വന്നതിനും കുറച്ച് സമയം നമ്മുടെ ഒപ്പം ചെലവഴിച്ചതിനും നമ്മളുടെ കയ്യിൽ നിന്നും ഒരു ചെറിയ ഉപഹാരം. സോ താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു ദ ഷോ. വളരെ താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ കോഫി വിത്ത് സിയയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്.